നമ്മൾ കൊല്ലം വരെ പോവാണ്. പുള്ളൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വെച്ചിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറിയിരിക്കുന്നത്. അപ്പോൾ കൊല്ലം വരെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ട കുറച്ച് നല്ല കാഴ്ചകളും അതുപോലെ തന്നെ ആൾക്കാരുടെ സിവിക് സെൻസും എല്ലാം കൂടെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തേക്കുന്നത്. എനിക്ക് എവിടെയെങ്കിലും ലോങ് പോകാനുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനും അതിനകത്തൊരു ഓപ്ഷൻ ആണെങ്കിൽ ഞാൻ എപ്പോഴും ട്രെയിനാണ് പിക്ക് ചെയ്യുന്നത്. ട്രെയിൻ യാത്ര എന്നെ ഒരിക്കലും ടയേർഡ് ആക്കാറില്ല. പിന്നെ മോഷൻ സിക്നെസ് എന്ന് പറഞ്ഞ കാര്യം അടുത്തൂടെ പോലും പോകത്തില്ല. നമുക്ക് വേണ്ട ആക്ടിവിറ്റീസ് എല്ലാം ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ യാത്ര പുള്ളൂർ ടു കൊല്ലം എനിക്ക് വേണമെങ്കിൽ ബസ്സിലോ ബൈക്കിലോ പോയായിരുന്നു. ഞാൻ ട്രെയിനിൽ പോകാൻ കാരണം ഒരു ട്രെയിൻ യാത്ര ചെയ്തിട്ട് കുറേ നാളാകുന്നു. അതൊന്നും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ട്രെയിനിൽ തന്നെ പോകാമെന്ന് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് രണ്ട് സൈഡിലും നല്ല രീതിയിൽ കാട് വളർന്ന് കിടപ്പുണ്ട്. അത് വെട്ടി ട്രെയിനിൻ്റെ മേപ്പോട്ട് വരാൻ ചാൻസ് ഉള്ളതെല്ലാം വെട്ടിക്കളഞ്ഞതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പലരും കറക്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനിൽ കയറാതെ ട്രാക്കിൽ ഇറങ്ങിയിട്ട് ട്രെയിനിൽ കയറുന്നതായിട്ട് പല സ്ഥലത്തും കാണാൻ സാധിച്ചിട്ടുണ്ട്. പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുണ്ടറ സ്റ്റേഷൻ കഴിയുന്നവരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ട്രാക്കിലും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് പ്ലാസ്റ്റിക്കും അല്ലാത്ത വേസ്റ്റുകൾ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. കൊല്ലം സ്റ്റേഷൻ എത്താറായപ്പോഴാണ് ഇതേപോലത്തെ പ്ലാസ്റ്റിക്കും അല്ലാത്ത ആയിട്ടുള്ള വേസ്റ്റ് നമുക്ക് ഇത്രയും കണ്ടമാനം കാണാൻ സാധിക്കുന്നത്. ഈ ഒരു രീതിയിൽ തന്നെയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നവരെയും കിടക്കുന്നത്. ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷനകത്താണ്. ഇതിനകത്ത് ലൈവായിട്ട് വേസ്റ്റ് പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്റ്റേഷനും അതിൻ്റെ ചുറ്റുപാടും എപ്പോഴും ക്ലീൻ ആയിട്ട് കിടക്കുന്നത്. റെയിൽവേ ട്രാക്ക് അതുപോലെ ഈ കാണുന്ന സൈഡ് എല്ലാം വൃത്തികേടാക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അവരിത് കറക്റ്റ് ക്ലീൻ ആക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയൊന്നും വേസ്റ്റ് അല്ല ഇവിടെ ഒന്നും കിടക്കേണ്ടത്. ഇങ്ങനെ പ്ലാസ്റ്റിക്കോ വേസ്റ്റോ ഒന്നും ഇടാതിരിക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് രസമായിരുന്നു കാണാൻ. അതെല്ലാം കളയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് പുല്ലൂർ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇവിടെ സ്ഥിരം കാണുന്നൊരു പട്ടിയാണിത്. ഇപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല ഡെവലപ്മെൻറ്റുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നൊരു ഭാഗത്തോട്ടാണ് നേരത്തെ നമ്മൾ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനായിട്ട് ഒരു പ്രത്യേകം പാർക്കിംഗ് ഏരിയ തന്നെ അവിടെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയും കൂടെ ഞാൻ കാണിക്കാം. കുഴപ്പമില്ല, അത്യാവശ്യം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ ടോപ്പ് കവർ ചെയ്തിട്ടായിരുന്നെങ്കിൽ വണ്ടികൾ കുറച്ചും കൂടെ മഴയും വെയിലൊന്നും കൊള്ളാതിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ബൈക്കുകൾ തന്നെ വേണ്ട വെളിയിലിരിക്കുവാണ്. കുറച്ചും കൂടി വലുതാക്കി കഴിഞ്ഞാൽ നല്ലതായിരുന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഡെവലപ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഈ പുള്ളൂർ സ്റ്റേഷൻ ഇച്ചിരി കൂടെ നല്ലതാവും. പിന്നെ ഞാൻ ബൈക്കിലാണ് വന്നത്. അപ്പം ബൈക്കിന് രാവിലെ തൊട്ട് ഉച്ച വരെ എനിക്ക് ചാർജ് ആയത് 15 രൂപയാണ്.